ജീസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഇല്ല. ഇപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ഇപ്പൊ ഏത് മതം പറയുന്ന ദൈവസങ്കല്പമാണെങ്കിലും അതൊരു സങ്കല്പം മാത്രമാണ്. അവർ ചോദിക്കാറുണ്ട്, എന്തിനാണോ താനിപ്പോൾ ഇതിട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പൊ അവരോട് ഞാൻ പറയാറുണ്ട്, ഇതിന്റെ അറ്റത്ത് വേറൊരു സാധനം കൂടെ കിടപ്പുണ്ട്. മറ്റേ ശബരിമലയിലെ മനുഷ്യന് പരിണാമം ഉണ്ടായതുപോലെ ദൈവത്തിനും ഒരു പരിണാമമുണ്ട്. ആരാ ദൈവത്തെ ഉണ്ടാക്കിയത്? മനുഷ്യൻ തന്നെയാണ്. അന്നത്തെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ആദ്യം വരകളായിരുന്നു, പിന്നെ അത് നഗ്ന ദൈവങ്ങളായിരുന്നു. ഇന്ന് മനുഷ്യനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും ആക്ഷരികമായി സംഭവിച്ച അത്ഭുതങ്ങളല്ല. ഇപ്പം പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് ഇനി ദൈവം വിചാരിച്ചപ്പോൾ നടക്കത്തില്ല. വട്ടനെന്ന് വിളിച്ചിട്ടുണ്ടോ? അതേ ഉള്ളൂ. വട്ടണെന്നും പൊട്ടണെന്നും വേറെ പേരുകളാണ് കൂടുതലും. ഇപ്പൊ ഈ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ്, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മല കയറി, ഉടുപ്പൂരി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അച്ഛനെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ടു. ഈ ഒരു വർഷത്തെ ഗ്യാപ്പില് ആദ്യം കിട്ടുന്ന ഒരു സ്വീകാര്യത, അതായത് പറയുന്നതിന് ആദ്യം ഒരു അച്ഛൻ ഉടുപ്പിട്ട് പറയുന്നതിൽ ആളുകൾ ശ്രദ്ധിക്കും. അതായത് ഒരു ചർച്ചിലെ പ്രേയറിൽ ഒരു പ്രീസ്റ്റ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ചലിക്കില്ല. പക്ഷെ ഈ പ്രീസ്റ്റിന്റെ ദൂരേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അച്ഛന് കിട്ടുന്ന ഒരു സ്വീകാര്യത? നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്നാണെങ്കിലും ശരി, എന്താ പറയാ, ഈ അച്ഛന്മാരിലുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, അറിയാലോ. അച്ഛന്മാർ ഉടുപ്പിട്ടാണ്ട് പോയാലും നമ്മൾ അച്ഛോ വിശ്വവിശേഷിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? ഓക്കെ, അത് രണ്ട് തരത്തിലാണ്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എൻ്റർ സൊസൈറ്റിക്കകത്ത് നിന്ന് രണ്ട് കാറ്റഗറിയാണ്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇങ്ങേര് വിശ്വാസത്തിൽ നിന്ന് പോയി മതത്തെയും തള്ളി പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ വേറൊരു കണ്ണിലൂടെ അദ്ദേഹം നശിച്ചു പോയ വ്യക്തി. അതേ ഉള്ളൂ. വട്ടണെന്നും പൊട്ടണെന്നും വേറെ പേരുകളാണ് കൂടുതലും, ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ചില വ്യക്തികൾക്ക് ഇദ്ദേഹം എന്ന് പറയുന്നത് വിശ്വാസത്തെ ത്യജിച്ച് നടക്കുന്ന, കമ്മ്യൂണിറ്റിയെ ത്യജിച്ച് നടക്കുന്ന, അദ്ദേഹം ജനിച്ചു വളർന്ന ആ പ്രസ്ഥാനത്തെ ത്യജിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആൾക്കാർ വേറെ കണ്ണോടുകൂടെ കാണുന്നു. അത് എനിക്ക് വിഷയമല്ല. പക്ഷെ മറ്റൊരു കൂട്ടർ ഞാൻ പറയുന്ന കാര്യത്തെ അവർ ഉള്ളിൽ ധ്യാനിക്കുകയും അവരുള്ളിൽ താലോലിക്കുകയും ചെയ്ത ഒരു കൺസെപ്റ്റിനെയാണ് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ആദരവോടുകൂടെ, വളരെ സ്വീകാര്യതയോടുകൂടെ കാണുന്ന ആൾക്കാർ വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യക്ഷതയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം, മരണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യക്ഷതയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അത് ഞാൻ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് മാത്രമല്ല, എൻ്റർ കേരള, എൻ്റർ ഇന്ത്യ, ത്രൂ ഔട്ട് ദ വേൾഡ് എന്നെ ഒരു കേൾക്കാർ, വിളിക്കുന്ന, ഫോളോ ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ത്രൂ ഔട്ട് ദ വേൾഡ് ഉണ്ട്. മലയാളികളുണ്ട്, അതിനകത്ത് തമിഴിയൻസ് ഉണ്ട്, ഒത്തിരി ഭാഷക്കാരും ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. കാരണം ഞാൻ പറയുന്ന ആൾക്കാർ അവരുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് പറയാം. അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ, ഒരു ഫെലോഷിപ്പിനകത്താണ്. ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചിരുന്നു അച്ഛനോട്, ഈ ആളുകൾക്കിടയിൽ പോകുമ്പോൾ അച്ഛനെ തെറ്റിദ്ധരിക്കുമോന്ന്, കാരണം മതം പ്രചരിപ്പിക്കാനാണോ പോകുന്നത്? കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. അച്ഛൻ്റെ കഴുത്തിൽ ഒരു കൊന്ത കിടപ്പുണ്ട്, മനസ്സിലായോ? നമ്മൾ ഓരോ മനുഷ്യരെ എങ്ങനെയാണ് സൂക്ഷിച്ച് നോക്കിയായിരുന്നോ? ഇല്ല, കുരിശല്ലേ? മറ്റേ ശബരിമലയിലെ ഞാൻ പറഞ്ഞില്ല, എന്റെ കാഴ്ച കണ്ടോ, സൂക്ഷിച്ചു നോക്കിയോന്ന് ചോദിച്ചു. എന്റെ കാഴ്ച കുരിശിലേക്ക് മാത്രമേ പോയുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒരാള് എന്നെ പോലെ അല്ല, ഇപ്പൊ ഞാൻ അച്ഛൻ സൂക്ഷിച്ചു നോക്കിയാൽ എന്നോട് രണ്ടാമത് പറയേണ്ടി വന്നു. വെറുതെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോ ഈ നമ്മൾ ആൾക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പൊതുസമൂഹത്തിൽ പെട്ടെന്ന് ഇവൻ ഫസ്റ്റ് സൈറ്റിൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മളെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവരും മനസ്സിലാവും. കയ്യില് ചരടുണ്ടോ, പിന്നെ മോതിരത്തിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ കുരിശുണ്ടോ, കഴുത്തിൽ കുരിശ്, ബെന്തിങ് ഉണ്ടോ, കുരിശുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത്, പെട്ടെന്ന് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവർ ഏതാണ് പെട്ടെന്ന്. ഇപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ചോദിച്ചത്, അച്ഛൻ ഇങ്ങനെ ഒരു കുരിശിട്ടുകൊണ്ട് പോകുമ്പോൾ മതം പ്രചരിപ്പിക്കാൻ വരുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രചരിപ്പിക്കാൻ വരുന്ന ഒരാളായിട്ട് മറ്റുള്ള ഈ മേഖലയിൽ നിന്ന്, ഇപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് മാത്രമല്ല മറ്റിടത്തുനിന്ന് എന്തെങ്കിലും ഇല്ല, ഇന്നയോളം എനിക്ക് മറ്റുള്ള മേഖലയിൽ നിന്ന് ഒരു എതിർപ്പോ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവർ ചോദിക്കാറുണ്ട്, എന്തിനാണോ താനിപ്പോൾ ഇതിട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, ഇതിൻ്റെ അറ്റത്ത് വേറൊരു സാധനം കൂടെ കിടപ്പുണ്ട്. ഇതെന്തിനായിട്ടേക്കുന്നത് എന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഈ കുരിശെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പിളായിട്ടല്ല ഞാൻ ഇടുന്നതെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്.
ഈ കൊന്തയിട്ടിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു സിമ്പിളായിട്ടും അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോഴാണ് ആ കുരിശിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു മതത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ, ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇടുന്നതെന്ന് ചോദിക്കുന്നവരോട് പറയും. അപ്പോൾ അവർക്ക് ചില കാര്യം പിടികിട്ടും. എന്താണ് അതിൻ്റെ? ഓക്കെ, ഈ കുരിശെന്ന് പറയുന്നത് ശരിക്കും ജീസസ് ക്രൈസ്റ്റ് ഇതിനകത്ത് കടന്ന് മരിച്ചത് കൊണ്ടല്ല ഇത് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. അതാണ് ഈ മേലത്തും താഴോട്ടുള്ള സാധനം, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം, ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധം. അതാണ് ആദ്യം വേണ്ടത്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് തിരിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ശരണിയും തമ്മിലുള്ള ബന്ധം, ഞാനും ഇവിടെ ഇരിക്കുന്നവരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ് ഹൊറിസോണ്ടൽ. അപ്പോൾ ദൈവവും ഞാനും തമ്മിൽ ബന്ധം കറക്റ്റാണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ അതുപോലെ കാണാനും സ്നേഹിക്കാനും പറ്റത്തുള്ളൂ. ഈ ബന്ധം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബന്ധം സ്ട്രോങ് ആകത്തില്ല. ഓക്കെ, ഏതുപോലെ ശരണ്യക്ക് ഇപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയുമായിട്ട് ശരണ്യക്ക് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സിബ്ലിങ്സിന് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. സെയിം വേ ഈ ഒരു യൂണിവേഴ്സൽ പവറുമായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധം പക്കയാണെന്നുണ്ടെങ്കിൽ അതേ ബന്ധത്തിലിരിക്കുന്ന ശരണ്യം എനിക്ക് അതുപോലെ കാണാൻ പറ്റും, ഒരു അപ്പൻ്റെ മകളായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് കുരിശിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി രുദ്രാക്ഷം എന്തിനാ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിനെ വലിച്ചെടുത്ത് കളയാനായിട്ട്, നെഗറ്റിവിറ്റിയെ മാറ്റാനായിട്ട് പവറുള്ള, നേച്ചറിൽ തന്നെയുള്ള ഒരു വിത്താണ്. ഇതൊരു മരത്തിൻ്റെ വിത്തല്ലേ? മരത്തിൻ്റെ വിത്താണ്. ഓക്കെ, അപ്പോൾ അതിന് മരങ്ങൾക്ക്, ചെടികൾക്ക് അതിന് ഒരു പവറുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്നത് കൂടുതലും എന്താഹാരമാണ്? സസ്യാഹാരമാണ് കൂടുതൽ കഴിക്കുന്നത്. മാംസാഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ പോകുന്നത് ഇലക്കറികളും പഴവർഗ്ഗങ്ങളുമാണ്. എന്തിനാണ് അത് കഴിക്കുന്നത്? അതിനൊരു പവറുണ്ട്, അതിലൊരു എനർജി ഉണ്ട്, ഇല്ലേ? പോഷകങ്ങളെന്ന് പറഞ്ഞ എനർജി അല്ലേ? സോ ഇതുപോലെ ഈ വിത്തിന് ഒരു എനർജി ഉണ്ട്. ആ എനർജി എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിനെ, നെഗറ്റീവ്സിനെ അബ്സോർബ് ചെയ്ത് നമ്മളെ ഒന്ന് മറ്റൊരു രീതിയിൽ എനർജൈസ് ചെയ്ത് വെക്കാനായിട്ട് രുദ്രാക്ഷത്തിനൊരു പവറുണ്ട്. ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അപ്പോൾ രുദ്രാക്ഷം ഇടാത്തവരുടെ മനസ്സിലെ ടോക്സിക് എങ്ങനെ പോകും? അതിന് പല വഴികളുണ്ട്. ഇത് മാത്രമൊന്നുമല്ല. നമ്മൾ മോതിരം ഇടുന്ന എന്തിനാ? ഇതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. വളയിടുന്ന എന്തിനാ? അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. മാലയിടുന്ന എന്തിനാ? അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. സോ ഈ മെറ്റൽ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ ഉപയോഗിക്കുന്നത്. അത് പല മെറ്റലിനും പല രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നത്. ചെമ്പാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർണമെൻ്റായിട്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി തരിക്കുമ്പോൾ അതിനൊരു പവറുണ്ട്. സോ സെയിം വേ ഇതിനും അത്രയേ ഉള്ളൂ. അപ്പോൾ രുദ്രാക്ഷം തന്നെ വേണമെന്നില്ല. അപ്പോൾ ശരണ്യെ സംബന്ധിച്ചിടത്തോളം ഈ രുദ്രാക്ഷത്തിന് പകരം എന്താ? കഴുത്തിൽ, കയ്യിൽ, ചെവിയിൽ, കാലിലൊക്കെ കിടപ്പുണ്ട്. മതി, ധാരാളം മതി. ഈവൻ മൂക്കിൽ പോലും കിടപ്പുണ്ട്. അതെ, നാട്ടുകാർ പറയുന്നത് മൂക്ക് കയറാണതല്ലേ? അല്ല, ഞാനതിങ്ങനെ ചോദിച്ചതാണ്. രുദ്രാക്ഷം എപ്പോഴാണ് പവിത്രതയിലേക്ക് പോകുന്നത് വെച്ചാൽ കാശി രാമേശ്വരം പോകുമ്പോൾ അവിടെ നിന്ന് വരുമ്പോഴാണ് രുദ്രാക്ഷത്തിന് ഇത്ര പവിത്രത നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇത് ഗോൾഡ് ആണെങ്കിൽ ഞാനൊന്ന് മയം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാരും എടുത്തോണ്ട് പോകത്തില്ല. അത് നേരാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ മതത്തിനപ്പുറം കുറച്ചുകൂടെ പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ നോക്കി കാണുന്ന ഒരാളാണ്. അടുത്തിടെ ഒരു സിനിമയിലെ പാട്ട് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ കേട്ടിരുന്നോ? ഏതായിരുന്നു? ഈ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനെ. അപ്പൊ അതിനെതിരെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സഭകൾ ഇറങ്ങി. ഒരു പാട്ടിൽ തീരുന്നതാണോ ഒരു മതത്തിന്റെ? അല്ലെങ്കിൽ അതൊരു സൃഷ്ടിയല്ലേ? ലൈക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ, എന്നെ സൃഷ്ടിച്ചതുപോലെ ഇത് സൃഷ്ടിച്ചതുപോലെ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കലെടുക്കാണല്ലോ. അതൊരു കലയുടെ അല്ലേ? ശരണ്യൊരു വ്യൂ പോയിന്റ്. അതിനകത്ത് എന്ത് കാര്യമായിരിക്കും ഒരു സഭയ്ക്ക് ഒരു എതിർപ്പുണ്ടാകാനായിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു കാര്യമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് അതൊരു സെയ്റ്റാനിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിലാണ് ആ പാട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ കൊമ്പൊക്കെ വെച്ചിട്ട്. എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാം ആസ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു വ്യക്തിയെ എനിക്ക് പറയാൻ പറ്റും. സോ ഒരു സൈറ്റാനിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടാണ് ഇത് പാടുന്നതുകൊണ്ട് സെയ്ത്താൻ്റെ വർഷിപ്പ് ദൈവത്തിന് ആവശ്യമില്ല എന്ന് ബൈബിളിൽ റെഫറൻസ് ഉണ്ട്. ഓക്കെ, നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് സ്തുതി കിട്ടാൻ, വർഷിപ്പ് കിട്ടാൻ, അതുകൊണ്ട് സൈത്താനെ നീ യു കീപ് ക്വയറ്റ് എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ വരുന്ന വാക്യങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. സോ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇതിനെടുത്ത് വെച്ചിട്ട് ഇത് എഗൻസ്റ്റ് ബൈബിളാണ്, ബൈബിളിൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കേണ്ട കാര്യം, ഇത് എതിർക്കുന്ന വ്യക്തികളടുത്ത് ചോദിക്കേണ്ട കാര്യം, ഈ സൈറ്റാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സൃഷ്ടിയെന്നാണ് ബൈബിൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഇല്ല. ഇറ്റ്സ് അക്കോർഡിംഗ് ടു മീ. ബട്ട് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നാ. ഉണ്ടെങ്കിൽ തന്നെ അത് ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇനി ആ വ്യക്തി ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആ വ്യക്തി വേണമെങ്കിൽ എന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാം. അപ്പോൾ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും.
അപ്പോൾ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ഒരു വ്യക്തിയില്ല. അത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊള്ളയായ കഥാപാത്രമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ പേടിപ്പിച്ചാൽ മാത്രമേ ആ മതം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെയും പേടിക്കണം, സാത്താനെയും പേടിക്കണം. സാത്താനെ പേടിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആൾക്കാർ ഇവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു സിനിമയ്ക്കകത്ത് വില്ലനും നായകനും വേണമെന്നുള്ളതുപോലെ മതത്തിനകത്തുള്ള വില്ലനാണ് സൈറ്റാൻ, മതത്തിനകത്തുള്ള നായകനാണ് ദൈവം എന്ന് പറയുന്നത്. സോ മതം അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്നത് ഇങ്ങനെയൊരു രൂപമില്ല, അങ്ങനെയൊരു രൂപമില്ല. ദൈവമെന്ന് പറഞ്ഞ് മതം കാണിക്കുന്ന ഒരു വ്യക്തിത്വവും ഇല്ല, സൈറ്റാണെന്ന് പറഞ്ഞ് മതം കാണിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ഇത് രണ്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ്. ഓക്കെ, പക്ഷേ ഇതിനകത്തുനിന്ന് ജനങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ട്രൂത്തിലേക്ക് അവർക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. അതുകൊണ്ട് ഈ പാട്ട് ഞാൻ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞോ, അത് കണ്ടെന്ന് പറഞ്ഞോ, അത് ആസ്വദിച്ചെന്ന് പറഞ്ഞോ അതിനകത്ത് പ്രത്യേകിച്ച് ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ പറഞ്ഞു സൈത്താൻ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, ജീസസ് ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് പറയുന്നതിന് ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഏത് മതം പറയുന്ന ദൈവസങ്കല്പമാണെങ്കിലും അതൊരു സങ്കല്പം മാത്രമാണ്. ഇപ്പം രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. അത് ആരുടെ കഥാപാത്രമാണ്? വാത്മീകി എഴുതിയ കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിനകത്ത്, ഒരു ദൈവിക പരിവേഷത്തിനകത്ത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയ ഒരു കഥാപാത്രമാണ്. ഇല്ല, ഇത് ഞാൻ പബ്ലിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ സെയിം വേ ജീസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ചില ദൈവിക ഭാവങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ജീസസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീഞ്ഞ് വെള്ളവാക്കിയത്, അഞ്ചപ്പം കൊണ്ട് 5000 പേര്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും ആശ്ചര്യമായി സംഭവിച്ച അത്ഭുതങ്ങളല്ല. ഇപ്പം പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് ഇനി ദൈവം വിചാരിച്ചപ്പോഴും നടക്കത്തില്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ദൈവം ചെയ്യത്തില്ല. ഇപ്പോൾ ശരണ്യ ആലോചിക്കുന്നുണ്ടോ, തെങ്ങിനകത്ത് ഇപ്പോൾ ശരണ്യ പോയി ഇന്ന് തൊട്ട് പൂജ ചെയ്യുവാണ്, തെങ്ങിനകത്ത് ചക്ക കായ്ക്കണം, നടക്കുമോ? ഇല്ല. അപ്പോൾ പച്ചവെള്ളം എങ്ങനെ വീഞ്ഞാവും? ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പറയാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യമുണ്ട്. സോ ഈ വിപ്ലവ വീര്യം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് യഹൂദന്മാർ റോമാക്കാരുടെ അടിമയായിരുന്നു. ജീസസിൻ്റെ സമയത്ത് റോമാക്കാരുടെ അടിമയായിട്ടാണ് യഹൂദന്മാർ ജീവിക്കുന്നത്. അടിമയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്യായിരുന്നു? നമ്മുടെ രക്തത്തെ തിളപ്പിക്കുമായിരുന്നു. പച്ചവെള്ളം പോലെ കിടന്ന നമ്മുടെ അടിമത്തത്തിൽ കിടന്ന നമ്മുടെ രക്തത്തെ അദ്ദേഹം തിളപ്പിക്കുമായിരുന്നു. ആ രക്തം തിളച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സെയിം വേ ആ ഇതിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാർക്ക് ഒരു സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം പോലെ ഇരിക്കുന്നവരുടെ രക്തത്തെ എന്ത് ചെയ്യണം? തിളപ്പിക്കണം. ആ ഒരു പ്രോസസ്സാണ് ജീസസ് ചെയ്തത്. അതിനെയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു ആക്ഷരികമായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അതിനെ വീഞ്ഞാക്കി കൊടുത്തതല്ല. സോ കാര്യം എന്താണെന്നറിയാതെ ഈ ആക്ഷരികമായിട്ടുള്ള കാര്യത്തെ എടുത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ശരിക്കും മടയത്തനമാണ്. അത് ആൾക്കാരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ആൾക്കാർ മനസ്സിലാക്കണം എന്താണ് പച്ചവെള്ളം വീഞ്ഞായി എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ജീസസ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇതിനകത്ത് ആത്മീയ അർത്ഥങ്ങളാണുള്ളത്. ഇതൊന്നും ഭൗമതലത്തിൽ ആക്ഷരിക തലത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെല്ലാം അങ്ങനെയുള്ള ഒരു പരിവേഷത്തിനകത്തേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷൻ പ്രാസംഗികരോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കുറേ നാൾ ആൾക്കാരെ പറ്റിക്കും. അത് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ അടുത്തുണ്ട്, ഇതിലൊരാളെ വിളിക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതുകൊണ്ട്, വീൽ ചെയറിൽ കൊണ്ടുവരുന്നതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും വീൽ ചെയറിൽ തന്നെ ആയിരിക്കും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും കേൾക്കുന്നതും കാണുന്നതല്ലേ. സോ ഇതൊക്കെ ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. പെർമനൻ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഓക്കെ, സോ ഇതല്ല ജീസസ് ചെയ്തത്. ജീസസിൻ്റെ അത്ഭുതങ്ങളെല്ലാം സിംബോളിക്കായിരുന്നു. ജീസസ് ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സിംബോളിക്കാണ്. ലാസറിനെ ഉയർപ്പിച്ച കാര്യം, ഒരു മരിച്ചവനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് അതും സിംബോളിക്കാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം തന്നെയുണ്ട്. ജനിച്ചു, ജീവിച്ചു, മരിച്ചു. അതിൽ മരണം എന്ന് പറയുന്നത് മരിച്ച് 3-ാം നാൾ ഈ പറയുന്ന കുരിശിലേറ്റി 3-ാം നാൾ ഉയർത്തെണീറ്റു എന്നാണ്. അതായത് ഒരു വെള്ളിയാഴ്ച ഉച്ചയോട്, അതോ വൈകുന്നേരത്തോട്? വെള്ളിയാഴ്ച ഉച്ചയോട് കൂടെ, ഒരു 3 മണി സമയത്ത് ഗാഗുൽത്താ മലയിൽ അല്ലേ? ഗാഗുൽത്താ മലയിൽ ഉച്ചയോടുകൂടി മരിച്ച ഒരു വ്യക്തി വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്നത് ഞായർ പുലർച്ചെ 12 മണിക്ക്, വെളുപ്പിനെ 12 മണിക്കെന്നാണ്. 12 മണി കഴിഞ്ഞുള്ള സമയത്ത്, അതായത് 12 നമ്മുടെയൊക്കെ പള്ളിയിൽ മറ്റേ ഈസ്റ്റർ തുറക്കുന്നത്. അതെ അതെ, അതും ആക്ഷരികമായി സംഭവിച്ച കാര്യമല്ല.
ഓ ഇപ്പോൾ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും എല്ലാ വ്യക്തികളും ഏകീഭവിക്കണമെന്നുള്ളതാണ് ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. ഫൈൻ. അപ്പോൾ ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ പറയാം. ഇപ്പോൾ ഗാന്ധിജി മരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ഇന്ത്യക്കാരോട് അടുത്ത ഇപ്പോഴുള്ള ഭരണകൂടം ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, നിങ്ങളെല്ലാവരും ഗാന്ധിയുടെ മരണത്തോട് ഏകീഭവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും വെടിയാൽ മരിക്കണമെന്നാണോ? അല്ല. ഗാന്ധിജിയുടെ മരണത്തോട് ഏകീഭവിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഗാന്ധിജി എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടേ? ഇന്ത്യയുടെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ട്. അവസാനം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ വെടിയേണ്ടി വന്നു. എങ്ങനെയും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളടുത്ത് ഗാന്ധിജിയുടെ മരണത്തിൽ ഏകീഭവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അതിനുള്ള സന്ദേശം എന്താ? ഗാന്ധിജി ചെയ്തതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്ക്, അത് നിങ്ങളുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ആ ഒരു കോസിന് വേണ്ടി നിങ്ങൾ നിൽക്ക് എന്ന് പറയുന്നതാണ് ഗാന്ധിജിയുടെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഇതുപോലെ തന്നെ ജീസസിൻ്റെ മരണം അടക്കം ഉയർപ്പിലൂടെ ഏകീഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഈവൻ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീകമായിട്ടുള്ള മരണമാണ്, ആത്മീകമായിട്ടുള്ള അടക്കമാണ്, ആത്മീകമായിട്ടുള്ള ഉയർപ്പാണ്. ഏതിൽ നിന്ന്? ജഡീക സ്വഭാവത്തിൽ നിന്നുള്ള മരണം. അതിനകത്ത് ആ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ആത്മീയതയിലേക്കുള്ള ഒരു ഉയർപ്പ്. ഏതുപോലെ? ഒരു ജീസസൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിനകത്ത്. ഒരു ഗോതമ്പ് മണി ഒരു നെൽച്ചെടിയായി മാറണമെന്നുണ്ടെങ്കിൽ അത് മരിച്ചേ പറ്റത്തുള്ളൂ. എവിടെ കിടന്ന് മരിക്കണം? മണ്ണിൽ കിടന്ന് മരിക്കണം. മണ്ണിൽ കിടന്ന് മരിക്കുമ്പോഴത്തേക്ക് ഒരു ചെടിയായിട്ട് വളർന്നിട്ട് അതിനകത്തുനിന്ന് അനേക ഗോതമ്പ് മണികൾ എന്ത് ചെയ്യും? രൂപം പ്രാപിക്കും. അതാണ് ഉയർപ്പ്. അപ്പോൾ ഒരു മരണം ഒരു ജീവനെ പ്രദാനം ചെയ്യുന്നു. ആ ജീവനിൽ നിന്ന് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സോ ഈ ഒരു പ്രോസസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു മരണവും അടക്കവും ഉയർപ്പും ഒക്കെ വെച്ചിരിക്കുന്നത്. സോ ഇതൊന്നും ആക്ഷരികമായി സംഭവിക്കേണ്ട കാര്യങ്ങളല്ല, അതെല്ലാം ആന്തരികമായിട്ടൊരു വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത്, ഒരു കോമൺ മാൻ വായിക്കുന്ന സമയത്ത് ഇതൊരു ആക്ഷരികമായി നടന്ന സംഭവമായിട്ട് അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ അർത്ഥത്തിലല്ല ഒരു ആത്മീയ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും, വേദങ്ങളാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും ആക്ഷരികമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു കാര്യം കിട്ടത്തില്ല. സോ അതിന് വേറൊരു ബ്രെയിനിൽ നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനോട് ഇത് പറഞ്ഞ വ്യക്തതയോട് മനസ്സിലാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പം ശരണിക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് ഹരിക്കുക, ഗുണിക്കുക, കൂട്ടുക, കുറയ്ക്കുക എന്ന് പറയുന്നത് ഡെസിമലിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇരിക്കുന്ന നമ്പർ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 5 + 5 എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 10 എന്ന് പറയും. 100 + 100 എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 200 എന്ന് പറയും. ഇതുപോലെ ഏത് കമ്പ്യൂട്ടേഷൻ ആണെങ്കിലും നമ്മൾ ഡെസിമലിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഡെസിമൽ മാറിയിട്ട് ബൈനറി പഠിക്കണം. ബൈനറി പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. അവിടെ 2 ഡിജിറ്റേ ഉള്ളൂ, 0യും 1. 1 + 1 എന്താ നമ്മളോട് ചോദിച്ചാൽ 2 എന്ന് പറയും. പക്ഷെ അവിടെ അത് പറയാൻ പറ്റില്ല. സോ ബൈനറിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം. റൈറ്റ്. സോ ഇതുപോലെയാണ് ആക്ഷരികമായിട്ട് ബൈബിളോ ഖുറാനോ വേദങ്ങളോ വായിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതിന് വേറൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ബൈബിൾ വായിച്ച്, ഖുറാൻ വായിച്ച്, വേദങ്ങൾ വായിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പണ്ട് ഗുരുകുലം ഉണ്ടായിരുന്നത്. ആ ഗുരുവിന് മാത്രമേ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഗുരു ഈ വേദങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് ഇൻ്റർപ്രട്ടേഷൻ അദ്ദേഹം നടത്തിയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കും. ആ ഒരു ട്രഡീഷനായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ന് എല്ലാവരിലേക്കും ഈ ഗ്രന്ഥങ്ങൾ എത്തിയതോടുകൂടെ അവരിതിനെ ആക്ഷരികമായി വായിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ഓക്കെ. നിലവിൽ മനുഷ്യന്റെ ഒരു ജനനം എന്ന് പറയുന്നത്, ജനനമല്ല, മനുഷ്യ രൂപം എന്ന് പറയുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലാണ് നമ്മളത് പറഞ്ഞു വെച്ചേക്കുന്നത്. ആ പരിണാമ സിദ്ധാന്തം നടക്കുന്ന കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള നമ്മളൊരു ഇത് പ്രോസസ്സ് കാണുന്നു. ഈ സമയങ്ങളിലൊന്നും ഈ പറയുന്ന മതങ്ങളില്ല, ഈ പറയുന്ന ഓരോന്നുമില്ല. ഇറ്റ്സ് എ ഫോഴ്സ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്. ഫോഴ്സും എനർജിയും കൂടെയാണ് ഇത് ഇങ്ങനെ എന്താ പറയുക, പച്ചമന്നുള്ള ഗോതമ്പ് മണി വളരാൻ, മണ്ണിൽ വീണിട്ട് അത് വളരാൻ എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് നമ്മൾ മനുഷ്യനിലേക്ക് എത്തുന്നത്. പിന്നെ എപ്പോഴാണ് മനുഷ്യൻ ഒരു കാലഘട്ടം സഞ്ചരിച്ച് ഇങ്ങനെ ഈ പറയുന്ന മതങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആയത്? ഇപ്പൊ ഈ അച്ഛൻ പറയുന്ന ഒരു കാര്യം വളരെ രസമായിട്ടാണ് ഞാൻ കേട്ടത്. അതായത് ബൈനറിയിലോട്ട് നമ്മൾ കോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ബൈബിള് വായിക്കുന്ന എനിക്കടക്കം, അല്ലെങ്കിൽ ഞാൻ വായിക്കുകയാണെങ്കിൽ ഞാനൊരു ഈ പറയുന്ന രാമായണോ എന്തൊക്കെ വായിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വായിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടതുപോലെയാണ്. പക്ഷെ അതല്ല, അതൊരു സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയിൽ എന്തൊക്കെയാണ് അവർ ഒളിപ്പിച്ചു വെച്ചതെന്നും വായിക്കാൻ ഇത്തിരി പാടുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഈ പറയുന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ശരിയാണ്.
അത് 101% ശരിയാണ്. ബൈബിളിനകത്തും പരിണാമ സിദ്ധാന്തത്തിൻ്റെ റെഫറൻസുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷെ അത് വായിക്കേണ്ട രീതിയിൽ വായിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് മാത്രം. ബൈബിൾ പറയുന്നത് പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് തന്നെയാണ്. പക്ഷേ സാധാരണ ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അത് ആദമിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത്. ഓക്കെ, പക്ഷെ ആദമിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അത് പിന്നത്തെ കാര്യം നോക്കട്ടെ. അപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ഈ മനുഷ്യനിലേക്ക് ഈ ഒരു മതം കയറിയെന്നുള്ളത്. ഞാൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ പുസ്തകം. ഇനിയും വരുന്നുണ്ട്. ആദ്യത്തെ പുസ്തകം സത്യ ദൈവ പുസ്തകം എന്നാണ്. സത്യ ദൈവ പുസ്തകം. അതിന് താഴെ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് ടാഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവസങ്കല്പം ഉണ്ടായത്, എങ്ങനെയാണ് മതമുണ്ടായത്. ആദ്യത്തെ 2 ചാപ്റ്റർ അതിനെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്നത്. സോ മനുഷ്യൻ്റെ സിവിലൈസേഷൻ മാറുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യവും വന്നു തുടങ്ങുന്നത്. അതായത് മനുഷ്യൻ്റെ ഫസ്റ്റ് സിവിലൈസേഷനിൽ അവന് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യണം. അപ്പോൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട് പലപ്പോഴും കൃഷി നശിച്ചു പോകും. അപ്പോൾ ഇവൻ ആകെ ഒരു അടുത്ത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം, നശിച്ചു പോകരുത്. അവൻ്റെ ഉള്ളിൽ നിന്നൊരു ഗദ്ഗതം ഉണ്ടായി. അപ്പോൾ ചില സമയത്തെന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ഗദ്ഗതം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി വന്നിട്ട് അതിനെ നിലനിൽക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ അവൻ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം വന്നു. അതിന് അവൻ ദൈവം എന്ന് പേരിട്ടു. പിന്നെ അവന് ഈ ദൈവത്തെ ശരിക്കും അടുത്ത സമയങ്ങളിൽ പൂജിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിനും കാതിനും മൂക്കിനും ഒക്കെ കാണുന്ന രീതിയിൽ അതിനെ ഒരു വിഷ്വലൈസ് ചെയ്യണം. അതുകൊണ്ട് അവൻ പാറയിലൊക്കെ അങ്ങനെ ദൈവിക സങ്കല്പത്തിലുള്ള രൂപങ്ങൾ വരച്ചിട്ടു. അത് പിന്നെ രൂപങ്ങളായി മാറി. ഇങ്ങനെ ഒരു പരിണാമം ആർക്കും ഉണ്ട്. മനുഷ്യന് പരിണാമം ഉണ്ടായതുപോലെ ദൈവത്തിനും ഒരു പരിണാമമുണ്ട്. ആരാ ദൈവത്തെ ഉണ്ടാക്കിയത്? മനുഷ്യൻ തന്നെയാണ്. ഇന്നത്തെ ദൈവസങ്കല്പമെന്നും അന്നത്തെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ആദ്യം വരകളായിരുന്നു, പിന്നെ അത് നഗ്ന ദൈവങ്ങളായിരുന്നു. ഇന്ന് മനുഷ്യനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സോ മനുഷ്യന് ഉള്ള പരിണാമത്തെക്കാളും നേരെ ദൈവത്തിനും ഒരു പരിണാമം സംഭവിച്ചു. സോ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഫാക്ടർ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സോ അങ്ങോട്ടെത്തണം. പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ദൈവ സങ്കല്പങ്ങൾ മനുഷ്യൻ തന്നെയാണ് ഈ നമ്മുടെ മൊബൈലിൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ മനുഷ്യൻ തന്നെയാണ് ഈ ദൈവത്തെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ വീണ്ടും പഴയതുപോലെ ആകും, ഡ്രസ്സൊന്നും ഇല്ലാണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു തിരിച്ചു യാത്ര ഇനി മനുഷ്യനുണ്ടാവും. അപ്പം മനുഷ്യൻ തിരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും ദൈവത്തിനും അങ്ങനെ ഒരു പരിവേഷം ഉണ്ടാവും. ഇങ്ങനെ ഒരു സൈക്ലിക് ഓർഡറിൽ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അച്ഛാ ഇപ്പം ഈ പറഞ്ഞാൽ അച്ഛന് ക്രിസ്ത്യൻ മതത്തിനെ വിമർശിക്കാം. ബിക്കോസ് അതായത് അച്ഛൻ ജനിച്ചു വളർന്ന അതിലെല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. അതേസമയം അച്ഛൻ എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിലെയും എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുകയും അതിനെ വിശകലനം ചെയ്ത ഒരാളാണ്. അപ്പം താങ്കൾക്ക് അതിനെ വിമർശിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വിമർശിച്ചാൽ ഇപ്പം ഈ തരുന്ന സ്വീകരണം, അതായത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ആളുകൾ സ്വീകരിച്ച അതേ സ്വീകരണം ഈ ഒരു വിമർശനം തരുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടാറുണ്ടോ? കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ്, ഞാൻ ജനനം കൊണ്ടൊരു ഭാരതീയനാണ്. അതുകൊണ്ട് ഭാരതത്തിലെ ഒരു പൗരന് എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ടോ അതൊക്കെ എനിക്കും ബാധകമാണ്. അപ്പോൾ എനിക്ക് ഭാരതത്തിനകത്ത് മതേതരത്വം ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് എനിക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. എനിക്ക് ഹൈന്ദവ വേദങ്ങളെക്കുറിച്ചും ഹൈന്ദവ മതത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ആര് തന്നേക്കുന്നതാണ്? ഇന്ത്യൻ ഭരണഘടന തന്നിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് ക്രിസ്ത്യൻ മതത്തിനകത്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരവും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് ആർക്കും എന്തും പറയാം. അവരെയൊന്നും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെയും പറയാം, പിന്നെ ഗവർണർക്കെതിരെയും പറയാം, ഹയർ ഒഫീഷ്യൽസിനെതിരെയും പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. പക്ഷെ ആ പറയുന്ന കാര്യം ജെന്യുവൻ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആ രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഇന്ന് മതം വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം ഏതൊരു പൗരനുമുണ്ട്. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടെ ആകുമ്പോഴത്തേക്ക് അതിനൊരു സ്വാഭാവികമായിട്ടും അതിനൊരു പവിത്രതയും കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന മതസംഹിതകളെ മാറ്റിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങളെ കുറച്ചുകൂടെ ബോധവൽക്കരിച്ച് അവരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്ഷരങ്ങളെ ഭയക്കുന്ന നിരക്ഷരരുള്ള ഒരു സമൂഹമാണ് ഇവിടെ. അത് ഞാൻ പറയാതെ അച്ഛന് ഇന്നർ മീനിങ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. അതായത് അക്ഷരങ്ങളെ തോക്കുകൊണ്ട് നിശബ്ദരാക്കിയ, അറിയാം ഞാൻ പറയണ്ടേ, അങ്ങനെ ഒരു സമൂഹത്തിൽ അച്ഛനിങ്ങനെ തുറന്നു പറയുമ്പോൾ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു അപകടം തേടിയെത്തുമെന്ന് വിചാരിക്കാറുണ്ടോ? ഞാൻ അതിന് ഭയക്കുന്നില്ല. കാരണം ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം. അത് മഹാത്മാഗാന്ധി മരിച്ചതുപോലെയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചതുപോലെയോ അങ്ങനെ ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാനത് ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. ഒരു ഭീരുവിനെ പോലെ മരിക്കാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം
ഒരു ദിവസം ജീവിക്കണമെങ്കിൽ സിംഹത്തെ പോലെ ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളെ പേടിച്ച്, ചില വ്യക്തികളെ പേടിച്ച്, ചില പ്രസ്ഥാനങ്ങളെ പേടിച്ച് മാളത്തിനകത്ത് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ. വൈഫും മകളും? മോള് ഇപ്പോൾ ബാംഗ്ലൂർ PGക്ക് പഠിക്കുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അവൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയർ. അപ്പോൾ വൈഫും മോളും ബാംഗ്ലൂരാണ്, ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ എന്തായാലും ഒരു 6 മാസം കൂടെ അവരവിടെയുണ്ട്. അങ്ങനെ നിൽക്കും. പോകുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.